ചൈന തായ്വാൻ സംഘർഷത്തിൽ തായ്വാനൊപ്പം നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. നിരവധി തവണ ചൈന അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ചൈന നടത്തിയിരുന്നു. തായ്വാൻ്റെ വിഷയങ്ങളിൽ വിദേശ രാജ്യങ്ങളെ ഇടപെടാൻ അനുവദിക്കില്ലെന്ന് തന്നെയാണ് ചൈന വ്യക്തമാക്കിയത്. അതിനായുള്ള ശ്രമങ്ങളെ തകർക്കുമെന്നും ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു. തായ്വാൻ തങ്ങളുടെ ഭാഗമാണെന്ന് ചൈന അവകാശപ്പെടുന്നത്. തായ്വാൻ ഇത് അംഗീകരിക്കുന്നില്ല. തായ്വാന് സൈനിക സഹായം നൽകുന്നത് US ആണ്. ഇപ്പോഴൊരു രഹസ്യ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. US തന്നെ രഹസ്യരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. തായ്വാൻ വിഷയത്തിൽ സംഘർഷമുണ്ടായാൽ ചൈന അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ തകർക്കുമെന്നും സൈന്യത്തെ പരാജയപ്പെടുത്തുമെന്നുമാണ് രഹസ്യരേഖയിൽ പറയുന്നത്. ന്യൂയോർക്ക് ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. US ചെലവേറിയതും ദുർബലവുമായ ആയുധങ്ങളെ ആശ്രയിക്കുന്നു. എന്നാൽ ചൈന വില കുറഞ്ഞതും സാങ്കേതികമായി കൂടുതൽ മികച്ചതുമായ ആയുധങ്ങൾ വികസിപ്പിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. US യുദ്ധവിമാനങ്ങളും US കപ്പലുകളും ഉപഗ്രഹങ്ങളും തകർക്കാനുള്ള ചൈനയുടെ കഴിവിനെക്കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. US സൈന്യത്തിൻ്റെ വിതരണ ശൃംഖലയിലെ ദൗർബല്യങ്ങളും റിപ്പോർട്ടിലുണ്ട്. 2021 ജോ ബൈഡൻ്റെ ഭരണകാലത്ത് ഒരു ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥന് ഈ രഹസ്യരേഖ ലഭിച്ചു. അതുകണ്ട് അദ്ദേഹം അമ്പരന്ന് പോയെന്നും ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. US ഓരോ തന്ത്രത്തിനും ചൈനയുടെ പക്കൽ ബദലുകളുണ്ട്. ഒരു മഹാശക്തിയുമായി യുദ്ധം ചെയ്ത് വിജയിപ്പിക്കാനുള്ള US ശക്തിയിൽ കുറവുണ്ടായതായും രേഖയിൽ പറയുന്നു. നേരത്തെ തായ്വാൻ അടുത്തുള്ള ദ്വീപിൽ ജപ്പാൻ മിസൈലുകൾ സ്ഥാപിച്ചതിനെതിരെ ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു. എല്ലാ വിദേശ ഇടപെടലുകളെയും തകർക്കുമെന്നാണ് ചൈനീസ് വക്താവ് പെങ് ക്വിങ്കൽ പറഞ്ഞത്. ചൈനീസ് വൻകരയുടെ തെക്ക് കിഴക്കൻ തീരത്ത് നിന്ന് 180 കിലോമീറ്റർ മാത്രം അകലെയാണ് പ്രധാനപ്പെട്ട ദ്വീപും ഏതാനും കൊച്ചു ദ്വീപുകളും അടങ്ങുന്ന തായ്വാൻ. 36,197 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണിത്. തായ്വാൻ കടലിടുക്കിനാൽ ഇരു രാജ്യങ്ങളും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് തായ്വാൻ ഔദ്യോഗിക രേഖകളിൽ അറിയപ്പെടുന്നത്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് മെയിൻലാൻഡ് ചൈന അറിയപ്പെടുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ചൈന ഭരിക്കുന്നത്. ജനാധിപത്യ സർക്കാരാണ് തായ്വാനിലുള്ളത്. സ്വതന്ത്ര രാജ്യങ്ങളായാണ് പ്രവർത്തിച്ചു വരുന്നതെങ്കിലും തായ്വാനുമേൽ ചൈന അവകാശവാദം ഉന്നയിക്കുന്നതാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം. 7 പതിറ്റാണ്ടിലേറെ നീളുന്ന രാഷ്ട്രീയ തർക്കമാണ് ചൈനയ്ക്കും തായ്വാനുമിടയിലുള്ളത്. തായ്വാൻ തങ്ങളുടെ പ്രദേശത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് അവകാശപ്പെടുമ്പോഴും ഇതുവരെ തായ്വാൻ ദ്വീപിനെ ചൈന ഭരിച്ചിട്ടില്ല. എങ്കിലും വിമത പ്രവിശ്യയായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ തായ്വാനെ ചൈനയുമായി ചേർക്കാനാണ് ശ്രമങ്ങൾ. സമാധാനപരമായ മാർഗങ്ങളോ ആവശ്യമെങ്കിൽ ബലപ്രയോഗം തന്നെ നടത്താൻ ചൈന തയ്യാറുമാണ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും 2.5 കോടിയോളം ജനസംഖ്യയുമുള്ള തായ്വാൻ ചൈനയുടെ ഈ അധീനത ഒരിക്കലും അംഗീകരിക്കുന്നില്ല. മേഖലയിലെ ചൈനീസ് അധിനിവേശങ്ങളെയും ഇടപെടലുകളെയും തായ്വാൻ നിരന്തരം വിമർശിക്കുകയും അവകാശവാദങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. ദ്വീപിൻ്റെ നിലയെക്കുറിച്ചും ചൈനയുമായുള്ള ബന്ധത്തെക്കുറിച്ചുമെല്ലാം തായ്വാന് സ്വതന്ത്രമായ നിലപാടുണ്ട്. ചൈനയുടെ ഭാഗം തന്നെയായിരുന്നു ഒരിക്കൽ തായ്വാൻ. 1949 ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിന് പിന്നാലെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ചൈനീസ് ആഭ്യന്തര കലാപത്തെ തുടർന്ന് ചിയാൻ കൈഷക്കിൻ്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കുമിന്താങ് പാർട്ടിയെ പരാജയപ്പെടുത്തി മാവോ സേ തൂങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ ചൈനയുടെ അധികാരം പിടിച്ചെടുത്തു. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചൈനയിൽ അധികാരത്തിലെത്തിയപ്പോൾ കുമിന്താങ്ങുകൾ തായ്വാനിലേക്ക് പലായനം ചെയ്തെത്തിയ അവർ തായ്വാനിൽ റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിക്കുകയും ചൈനയ്ക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. പതിയെ അവർ ചൈനയുമായുള്ള ബന്ധം വേർപെടുത്തുകയും ചെയ്തു.